ഒന്ന് ആലോചിച്ച് നോക്കെ, നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു നടൻ, പുള്ളിക്കാരൻ്റെ കരിയറിന് ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് സിനിമയെല്ലാം കളഞ്ഞിട്ട് അവസാനം ഒരു മൂവി ഇറക്കുന്നു, ജനനായകൻ. ഞാൻ ജനനായകൻ പോയി കണ്ടു. ഭഗവാൻ കേസരിയുടെ റീമേക്കാണ് ഈ പടം എന്നാണ് പറയുന്നത്. ഞാൻ ആ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ വിജയെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഓറയുണ്ട്, അത് വേറൊരു നടൻ വന്ന് നിന്നാൽ അത് കിട്ടൂല. പുള്ളിക്കാരൻ്റെ ഓറ എന്ന് പറയുന്ന സംഭവം, സ്ക്രീൻ പ്രസൻസ്, അത് വേറെ ലെവലായിരുന്നു കേട്ടോ. പടത്തിനെ പറ്റി പല അഭിപ്രായം ഉണ്ടായിരിക്കാം. കാരണം ഇതിൻ്റെ അവസാനമൊക്കെ വരുന്ന സമയത്ത് ഒരു സൈഫൈ മോഡ് സംഭവം, ഫൈറ്റ് സീനൊക്കെ വരുന്നുണ്ട്. അതൊന്നും എനിക്ക് വർക്കായില്ല. പിന്നെ മോശം പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ മോശം പറയാനുണ്ട്, നല്ലത് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ലത് പറയാനുണ്ട്. ഭഗവാൻ കേസരി എന്ന് പറയുന്ന പടം എടുത്തിട്ട് ഇതിൽ നമുക്ക് വിജയ് എന്ത് കാര്യത്തിലാണ്, എന്ത് അജണ്ടയിലാണ് ഈ പടം ഇറക്കാതിരുന്നതെന്ന് നമുക്കറിയാം. ഈ പടം എന്തുകൊണ്ടാണ് ഇത് ഇത്ര നാളും ഇറക്കാതിരുന്നതും എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. കാരണം അതുപോലുള്ള അടിയാണ് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുന്നത്. എനിവേ പടം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവസാനത്തെ കുറേ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് വിജയുടെ അവസാനത്തെ പടമാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു മൈൻഡിൽ നമ്മൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടം, ഓരോ വർഷം ഒരൊറ്റ പടമേ ഉള്ളൂ. ആ പടം നമ്മൾ ആഘോഷിക്കുന്ന രീതിയിൽ ഇനി നമുക്ക് ആഘോഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു മൈൻഡിൽ നമ്മൾ ആ ഒരു മൂവി പോയി കാണുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, ജസ്റ്റ് എൻജോയ് ചെയ്യുക പടം, അത്രേ ഉള്ളൂ. പിന്നെ ഈ പടത്തിൽ അവസാനം ഇപ്പം വേറൊരാൾ വിജയുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഷാഡോ ആയി പോകാറുണ്ട്. പക്ഷേ മമിത ഇവിടെ മലയാളത്തിൽ നിന്ന് പോയിട്ടാണെങ്കിൽ കൂടി പുള്ളിക്കാരി അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഫൈറ്റ് സീനൊക്കെ വിജയുടെ തോളോട് ചേർന്ന് നിന്നുള്ള ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു. അനിരുദ്ധ് BGM സ്കോർ ആയാലും അല്ലെങ്കിൽ മ്യൂസിക് ആയാലും ഒക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പടം പീക്കാണ്, അടിപൊളിയാണ്. ഇടയിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് ഇത്രയും മനോഹരമാക്കി തന്ന ആ ഒരു ആക്ടർ, അല്ലെങ്കിൽ നമ്മൾ ഒരു സൂപ്പർ ഹീറോയെ പോലെ കണ്ട ആ ഒരു സൂപ്പർ സ്റ്റാർ, നമ്മുടെ തലപതി, ഇളയ തലപതി, ഇപ്പോൾ CM ഓഫ് തമിഴ്നാട്. താങ്ക് യു അണ്ണാ, നമ്മുടെ ചൈൽഡ്ഹുഡ് ഇത്രയും അടിപൊളിയാക്കി തന്നത്. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരാം.